ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ദിസ് ഇസ് മൈ ലൈഫ്. ഞാൻ നിങ്ങളുടെ സ്വന്തം അശ്വന്ത്. ആരാണ് കുറുവ സംഘം? കേരളത്തിൽ ആകമാനം ഭീതി പരത്തുന്ന ഒരു വാർത്ത കുറച്ച് ദിവസങ്ങളായി വാർത്താ ചാനലുകളിൽ നിറഞ്ഞു നിൽക്കുകയാണ്. കഴുത്തുനിന്ന് മാല എടുത്ത് കഴിഞ്ഞ് മോടെ കഴുത്തുനിന്ന് വലിച്ചു പൊട്ടിച്ചപ്പോഴും അവൾ കണ്ണു തുറന്നു. കുറുവ സംഘം അർദ്ധനഗ്നരായി മുഖം മറച്ച് മേൽവസ്ത്രം ധരിക്കാതെ ശരീരമാസകലം എണ്ണയും കരിയും തേച്ച് രാത്രികാലങ്ങളിൽ വീടുകളിൽ മോഷണത്തിനിറങ്ങുന്ന മോഷ്ടാക്കൾ. കേൾക്കുന്നതിനേക്കാൾ കൂടുതൽ അതിഭീകരമായ ഭയാനകമായ കാഴ്ചകൾ ആലപ്പുഴയിലെ നിവാസികൾ രാത്രികാലങ്ങളിൽ കൊടുത്തുകൊണ്ടിരിക്കുന്ന കുറുവ സംഘം. ഇവിടുന്ന് ഓടിയും അങ്ങോട്ട് ചെല്ലും. ഇവൻ്റെ പുറകെ കണ്ടത് മോള് ഫുള്ളായിട്ട് കണ്ടു. തമിഴ്നാട് തിരുച്ചിറപ്പള്ളിക്കടുത്ത് റാംജി നഗർ അറിയപ്പെട്ടിരുന്നത് തിരുട്ട് ഗ്രാമം എന്ന പേരിലായിരുന്നു. ഈ ഗ്രാമങ്ങളിലെ അംഗങ്ങളായിരുന്നു കുറുവ സംഘം. ഈ ഗ്രാമങ്ങളിലെ അംഗങ്ങൾക്ക് കുലത്തൊഴിലാണ് മോഷണം. ഇപ്പോൾ റാംജി നഗർ മാത്രമല്ല തിരുട്ട് ഗ്രാമം എന്ന പേരിൽ അറിയപ്പെടുന്നത്. തമിഴ്നാട്ടിലെ മറ്റു പല ഗ്രാമങ്ങളും തിരുട്ട് ഗ്രാമം എന്ന പേരിൽ അറിയപ്പെടുകയും ആ ഗ്രാമങ്ങളിൽ നിന്ന് വരുന്ന മോഷ്ടാക്കളെ എല്ലാം കുറുവ സംഘത്തിൽ പെടുത്തിയിരിക്കുന്നു. ഇവർക്ക് കുറുവ സംഘം എന്ന പേര് നൽകിയത് മറ്റാരുമല്ല, തമിഴ്നാട് ഇൻ്റലിജൻസ് തന്നെയാണ്. ആയുധധാരികളായ സംഘം എന്നാണ് ഇതിനർത്ഥം. തമിഴ്നാട്ടിൽ ഇവരെ നരിക്കുറുവ എന്ന പേരിലും വിളിച്ചു പോരുന്നു. കുറുവ സംഘത്തിൽ 100-ൽ പരം ആളുകൾ ഉണ്ടെന്നാണ് കണക്കാക്കുന്നത്. ഇവരുടെ മോഷണ രീതി എങ്ങനെയാണ്? ഏതെങ്കിലും ഒരു നഗരത്തിലോ പ്രദേശത്തിലോ തമ്പടിക്കുന്ന ഇവർ രാവിലെ ദിവസങ്ങളിൽ തുണി വിൽക്കാനോ ആക്രി പറക്കാനോ മറ്റു ജോലികളുമായി പോകുന്നു. ഈ പോകുന്ന സമയങ്ങളിൽ രാത്രി മോഷ്ടിക്കാനുള്ള വീടുകൾ ഇവർ തിരഞ്ഞെടുത്തു വെക്കുന്നു. അർദ്ധരാത്രിയാണ് ഇവർ ഇവരുടെ ശരിക്കുമുള്ള തൊഴിൽ ആരംഭിക്കുന്നത്. ആലപ്പുഴയ്ക്ക് പിന്നാലെ എറണാകുളം വടക്കൻ പറവൂരിലും ഭീതി പരത്തി കവർച്ചാ സംഘം. പുലർച്ചെ 2-നും 3-നും ഇടയിലാണ് 2-അംഗ സംഘം എത്തുന്നത്. ഒരു സ്ഥലത്ത് പോലും ഇവർ ഒറ്റയ്ക്ക് മോഷ്ടിക്കാൻ പോകാറില്ല. 3 പേരടങ്ങുന്ന സംഘമായിട്ടാണ് ഇവർ മോഷ്ടിക്കാൻ പോകുന്നത്. ഇവരുടെ സംഘത്തിൽ 18 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ള ആളുകൾ ഉണ്ടെന്ന് കണക്കാക്കുന്നു. വളരെ കൗതുകകരവും അതുപോലെ വിചിത്രവുമായ ഒരു കാര്യവുമാണ് മോഷണമാണ് ഇവരുടെ കുലത്തൊഴിൽ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അവർക്കതൊരു തെറ്റായി തോന്നുകയും തിരുട്ട് ഗ്രാമങ്ങളിൽപ്പെട്ട ഈ സംഘങ്ങളെ മോഷണത്തിൽ നിന്ന് പിന്മാറ്റുന്നതിനായി തമിഴ്നാട് സർക്കാർ പല പദ്ധതികൾക്കും രൂപം കൊടുക്കുകയും പ്രാവർത്തികമാക്കുകയും ചെയ്തു. സർക്കാർ പുനരധിവാസത്തിന്റെ ഭാഗമായി ഇവർക്ക് വീട് വരെ വെച്ച് നൽകി. പക്ഷേ അതൊന്നും ഫലം കണ്ടില്ല. സംസ്ഥാന തൊഴിലാളികളുണ്ട്, അവരിൽ ഒരാളാണ് എന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ അവർ തെറ്റിദ്ധരിപ്പിച്ചാണ് ഇയാൾ അവിടെ താമസം. പാരമ്പര്യമായി കൈമാറി കിട്ടിയ മോഷണ തന്ത്രങ്ങളും മെയ്ക്കരുത്തും ആധുനിക സാങ്കേതിക വിദ്യയുടെ സൂക്ഷ്മമായ ഉപയോഗവുമാണ് ഇവരുടെ ശരിക്കുള്ള ശക്തി. സാധാരണ മനുഷ്യരിൽ നിന്ന് വ്യത്യസ്തമായി ഇവർക്ക് ഇരുട്ട് പേടിയുമില്ല, ഇരുട്ടിൽ സഞ്ചരിക്കാൻ യാതൊരുവിധ ബുദ്ധിമുട്ടുമില്ല. കുറുവ സംഘത്തിന് പ്രത്യേകമായ ഒരു മോഷണ രീതി തന്നെയുണ്ട്. മുഖം മറിച്ച് കണ്ണുകൾ മാത്രം കാണുന്ന രീതിയിൽ മേൽവസ്ത്രം ധരിക്കാൻ ശരീരമാസകലം എണ്ണയും കരിയും തേച്ച് കമ്പിവടിയും വാളുമായി മോഷണത്തിനിറങ്ങുന്നു. പിടിക്കപ്പെടുമെന്ന് തോന്നിയാൽ ഇവർ ആക്രമിക്കും, വേണ്ടി വന്നാൽ കൊല്ലുകയും ചെയ്യും. ഇവിടെ ഓർത്ത് അമ്മയാണെന്നും പറഞ്ഞ് ഇങ്ങനെ നോക്കിയപ്പോഴത്തേക്ക് മുട്ടുവരെയുള്ള പാൻറ്റും ഇട്ട് ഇങ്ങനെ മുഖം മൂടിയൊക്കെ വെച്ചുകൊണ്ട് ഇരിക്കുന്നത്. അപ്പോൾ അവിടെ കഴുത്തിൽ നിന്ന് മാലയും വലിച്ചു പൊട്ടിച്ചുകൊണ്ട് പോയി. സാധാരണ മോഷ്ടാക്കളിൽ നിന്ന് വ്യത്യസ്തമായി മോഷണം നടത്താൻ വേണ്ടി ഒരു മനുഷ്യജീവൻ എടുക്കാൻ പോലും അവർക്ക് മടിയില്ല. വീട്ടിലേക്ക് ആക്രമിച്ച് കടക്കുന്നതിനായി ഇവർ കൂടുതലും ഉപയോഗിക്കുന്ന അടുക്കളവാതിൽ തന്നെയാണ്. പുറകിലത്തെ വാതിൽ ബ്രേക്ക് ചെയ്താണ് കയറുന്നത്. തള്ളി തുറന്ന് അതിൻ്റെ കൊളുത്ത് പൊളിച്ചാണ് കയറുന്നത്. വീടിൻ്റെ പ്രധാന വാതിൽ നിന്ന് വ്യത്യസ്തമായി ശക്തി കുറവായിരിക്കും എന്നുള്ളത് തന്നെയാണ് ഇവർ അടുക്കളവാതിൽ തിരഞ്ഞെടുക്കുന്നതിനുള്ള കാരണം. ഇവരുടെ പ്രധാന ഇരകൾ സ്ത്രീകളും കുട്ടികളുമാണ്. അതുപോലെ തന്നെ രാത്രികാലങ്ങളിൽ വീടിൻ്റെ പരിസരത്ത് വന്ന് ടാപ്പ് തുറന്നു വിടുകയും കുട്ടികളുടെ ശബ്ദമുണ്ടാക്കുകയും ചെയ്യുകയും വീട്ടിലുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്യുന്നു. ഇത് കേട്ട് ആരെങ്കിലും പുറത്തിറങ്ങിയാൽ അവരെ ആക്രമിക്കുകയും ഇവർ വീടിനുള്ളിൽ പ്രവേശിക്കുകയും ചെയ്യുന്നു. തരത്തിലുള്ള റെസിസ്റ്റൻസ് ഈ വീട്ടുകാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുകയാണെങ്കിൽ ചിലപ്പം അപകടപ്പെടുത്തുക. അതുകൊണ്ട് ആധുനിക സാങ്കേതിക വിദ്യയുടെ ഉപയോഗം എന്ന് വെറുതെ പറയുന്നതല്ല. ഇവരുടെ കയ്യിൽ ആഭരണം മുറിക്കാൻ ശേഷിയുള്ള പ്രത്യേകതരം കത്രികകളും കയ്യിലുണ്ട്. ഇത്രയും ഭീകരമായ ഒരു മോഷണ സംഘത്തിനെ നമ്മുടെ കേരള പോലീസ് പിടികൂടിയിട്ടില്ലെന്നാണോ? പിടികൂടിയിട്ടുണ്ട്. 1 അല്ല 3 തവണ. 2008 പാലക്കാട് വെച്ച് 10 പേരെയും 2010 മലപ്പുറത്ത് വെച്ച് 3 പേരെയും അതുപോലെ തന്നെ 2021 3 പേരെയും. എന്നാൽ നിർഭാഗ്യമെന്ന് പറയട്ടെ, നമ്മുടെ നീതിന്യായ വ്യവസ്ഥ മോഷണ ശ്രമത്തിന് നൽകുന്ന ഇളവുകൾ അനുസരിച്ച് ഇവർ ജാമ്യത്തിൽ ഇറങ്ങുകയും പിന്നീട് ഇവരെ പിടിക്കാൻ പറ്റാത്തൊരവസ്ഥയുണ്ടാകുകയും ചെയ്തിട്ടുണ്ട്. ഒരു മോഷണം നടത്തി കഴിഞ്ഞതിന് ശേഷവും അല്ലെങ്കിൽ മോഷണ ശ്രമത്തിന് പിടിക്കപ്പെട്ട് ജാമ്യം കിട്ടിക്കഴിഞ്ഞാലും ഇവർ ചെയ്യുന്നത് നേരെ തങ്ങളുടെ സ്വന്തം തിരുട്ട് ഗ്രാമങ്ങളിലേക്ക് പോവുകയാണ്. അവിടെ നിന്ന് അവരെ പിടിക്കുക എന്നുള്ളത് അപ്രാപ്യമായ ഒരു കാര്യമാണ്. തമിഴ്നാട്ടിലെ തങ്ങളുടെ തിരുട്ട് ഗ്രാമങ്ങളിൽ നിന്ന് ഒരുപാട് അകലെ ഇവർ സഞ്ചരിക്കാറില്ല. കമ്പം, കോയമ്പത്തൂർ, മധുര, തഞ്ചാവൂർ ഈ സ്ഥലങ്ങളാണ് ഇവർ കൂടുതലായും കേന്ദ്രീകരിക്കുന്നത്. കേരളത്തിൽ ഇവരുടെ മോഷണം ആദ്യം നടന്നത് പാലക്കാടാണ്, പിന്നീട് കോഴിക്കോടും
ഇപ്പോൾ ആലപ്പുഴയിലും എറണാകുളത്തും എല്ലാം അവരുടെ സാമീപ്യം കാണുന്നുണ്ട്. പോലീസ് വൃത്തങ്ങൾ പറയുന്നത് ഇവർ കേരളം തിരഞ്ഞെടുത്തതിനുള്ള പ്രധാന കാര്യം സാമ്പത്തിക വ്യത്യാസമില്ലാതെ ഇവിടെ എല്ലാ സ്ത്രീകളും ആഭരണം ധരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ആലപ്പുഴയിൽ നടന്ന കവർച്ചകൾ ആലപ്പുഴയിലെ വടക്കൻ മേഖലകളിൽ മുഖംമൂടി സംഘം വിലസുകയാണ്. 10-ലേറെ വീടുകളിൽ കള്ളൻ കയറി. 2 ആഴ്ചക്കിടെ മണ്ണഞ്ചേരിയിലെ 4 വീടുകളിലാണ് മോഷണം നടന്നത്. ഇതിനോടകം തന്നെ 10-ൽ പരം വീടുകളിലാണ് അവർ മോഷണം നടത്തിയത്, അല്ലെങ്കിൽ മോഷണ ശ്രമം നടത്തിയത്. അതിൽ തന്നെ 2 ആഴ്ചക്കിടെ മണ്ണാഞ്ചേരിയിലെ 4 വീടുകളിൽ അവർ കയറിയിരുന്നു. കായംകുളം, കരിയിലക്കുളങ്ങര ഈ പ്രദേശങ്ങളിലെ CCTV വിഷ്വൽസിൽ ഇവരുടെ സഞ്ചാരപഥവും പൂർണ്ണമായ രൂപവും ലഭിച്ചിട്ടുണ്ട്. ഈ കഴിഞ്ഞ ഒരാഴ്ചക്കിടെ അവർ കയറിയത് 3 വീടുകളിലാണ്. ഇവരുടെ മോഷണ ശ്രമത്തിന് മറ്റൊരു പ്രത്യേകത ഡോഗ് സ്ക്വാഡ്, ഫോറൻസ് ഈ വിഭാഗങ്ങൾ വന്ന് അന്വേഷണം നടത്തിയിട്ടും ഒരു എവിഡൻസും കിട്ടിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. ഈ വാർത്ത ഒരേ സമയം അവരുടെ കഴിവ് വിളിച്ചോതുന്നതും അതേപോലെ തന്നെ നമ്മളെ ഭയപ്പെടുത്തുന്നതുമാണ്. എന്നാൽ ഈ കഴിഞ്ഞ ദിവസം അതിവിദഗ്ധമായി കേരള പോലീസ് ഈ സംഘത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് കരുതുന്ന ആളുകളെ പിടികൂടിയിട്ടുണ്ട്. ഇവരെ അതിസാഹസികമായി പിടികൂടിയ കേരള പോലീസ് ഇവർ താമസിച്ചിരുന്ന സ്ഥലം കണ്ടെത്തിയിരുന്നു. പാലത്തിനടിയിലും കാട്ടിനകത്തും വളരെ പരിതാപകരമായ ഒരു അവസ്ഥയിലാണ് ഇവർ ജീവിക്കുന്നത്. ആലപ്പുഴ മണ്ണഞ്ചേരി പോലീസ് പിടികൂടിയ കുറുവ സംഘാംഗം 1 മാസക്കാലം താമസിച്ചത് കൊച്ചി കുണ്ടന്നൂർ പാലത്തിനടിയിലെന്ന്. മോഷണം ഇവരുടെ രക്തത്തിൽ അലിഞ്ഞിരിക്കുന്നത് കൊണ്ട് തന്നെ അതിൽ നിന്ന് എങ്ങനെ ഈ സംഘത്തിനെ പിന്തിരിപ്പിക്കാം എന്നുള്ളത് ഇന്നും ഉത്തരമില്ലാത്തൊരു ചോദ്യമായി തന്നെ മുന്നിൽ നിൽക്കുകയാണ്. ഈ സംഭവങ്ങളൊക്കെ നടക്കുമ്പോഴും കേരള പോലീസ് നമ്മോട് പറയുന്നത് ഭയം വേണ്ട, ജാഗ്രത മതി എന്ന് തന്നെയാണ്. രാത്രി സമയങ്ങളിൽ എന്തെങ്കിലും ശബ്ദം കേട്ടാൽ, പ്രത്യേകിച്ച് കുട്ടികളുടെ കരച്ചിലോ ടാപ്പിൽ നിന്ന് വെള്ളം വീഴുന്നതോ ആയ ശബ്ദങ്ങൾ കേട്ടുകഴിഞ്ഞാൽ തനിച്ച് പുറത്തിറങ്ങാതിരിക്കുക. ഉടൻ തന്നെ പോലീസിനെ ബന്ധപ്പെടുക. രാത്രികാലങ്ങളിൽ വീടിന് പരിസരത്ത് മതിയായ വെളിച്ചത്തിന് വഴിയൊരുക്കുക എന്നുള്ളതാണ്. പുലർച്ചെ 2-നും 3-നും ഇടയിലാണ് 2 അംഗ സംഘം എത്തുന്നത്. വീടുകളിലെത്തിയ സംഘത്തിന്റെ വേഷത്തിലും പ്രവൃത്തിയിലും കുറുവ സംഘവുമായി സാമ്യം. ഇതൊക്കെ പറയുമ്പോഴും മോഷണം നടത്താൻ വേണ്ടി ഒരു മനുഷ്യജീവൻ എടുക്കാൻ ബുദ്ധിമുട്ടില്ലാത്ത കുറുവ സംഘം നമ്മുടെ നാട്ടിൽ, നമ്മുടെ ഇടയിൽ തന്നെ ജീവിക്കുന്നുണ്ട് എന്നുള്ളതാണ്. കയ്യിൽ കമ്പിപ്പാരയടക്കം മാരകായുധങ്ങൾ. അവരെ എത്രയും പെട്ടെന്ന് നമ്മുടെ കേരള പോലീസിന് പിടികൂടാൻ കഴിയട്ടെ.